ഹായ് ഹലോ, മീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോമ്പോസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രാവശ്യം ഈ കോമ്പോസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ്സ് സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ട്, പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് അറിയിക്കുക കേട്ടോ, വേണ്ട പ്ലാന്റ്സും കോമ്പോസും ഒക്കെ. പിന്നെ ഈ വീഡിയോയിൽ ഓരോ വെറൈറ്റിയുടെ സെപ്പറേറ്റ് കോംബോയും അതുപോലെ ഒരു 10 വെറൈറ്റി ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വേണ്ടവർ അങ്ങനെ ഒന്ന് മെസ്സേജ് ഇടുക. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ചെടിയൊക്കെ ആദ്യമായിട്ട് മേടിക്കുമ്പം ആ ഒരു ചിലപ്പോൾ 5 കളറായിരിക്കും, 6 കളറായിരിക്കും. അത് അങ്ങനെ തന്നെ മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും ഒരു ചെടി അതിൽ നിന്ന് ഒരെണ്ണം തരുമോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വെറൈറ്റീസിൽ നിന്നും ഓരോന്ന് എടുത്ത് 10 ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. DTDC സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആണ്. സ്പീഡ് പോസ്റ്റ് DTDCയിൽ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം നമുക്ക് സ്പീഡ് പോസ്റ്റിൽ ഓർഡർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് പോസ്റ്റ് ഇച്ചിരി കൂടി ഡിലേ ആവും പ്ലാൻസ്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം പിന്നെ ഒരു കാര്യം, ഞാൻ എല്ലാ പ്ലാന്റ്സിൻ്റെയും പ്ലാൻ സൈസും കൂടെ ഒപ്പം കാണിക്കുന്നുണ്ട്. അതെല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. ആ ഒരു ടൈപ്പ് പ്ലാന്റ്സ് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത്. അത് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്ന ഇപ്പം ചിലവരെ വിചാരിച്ചിരിക്കുന്നത് ഭയങ്കര വലിയ പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്ലാൻ സൈസും എല്ലാത്തിൻ്റെയും കാണിക്കുന്നത്. എല്ലാം നല്ല വലിയ പ്ലാന്റും ഹെൽത്തി പ്ലാന്റുമാണ് നമ്മൾ അയക്കുന്നത്. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ നമ്മൾ അയക്കത്തുള്ളൂ. അതാണ് നമ്മൾ വീഡിയോയിൽ എല്ലാത്തിൻ്റെയും എല്ലാ പ്രാവശ്യവും പ്ലാൻ സൈസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കവറിൽ വരുന്ന പ്ലാൻ സൈസും ചട്ടിയിൽ വരുന്ന പ്ലാൻ സൈസും ചെറിയ ഡിഫറൻസ് വരും. അതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആകട്ടെ, ഒരു കവർ ചെറിയൊരു കവറിൽ വളർത്തുന്ന ചെടിയും അതുപോലെ ചട്ടിയിൽ വെക്കുന്ന ചെടിയും തമ്മിൽ ഒത്തിരി വളർച്ച വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി എല്ലാം തന്നെ കവറിൽ, അതായിരിക്കും നമുക്കും കൊറിയർ ചെയ്യാൻ എളുപ്പം. നിങ്ങൾക്കറിയാലോ കൊറിയർ ചാർജ് ഒത്തിരി കൂടുതലാവും ചട്ടിയിലെ പ്ലാന്റ്സ് അയക്കുമ്പം. അതുകൊണ്ട് പരമാവധി എല്ലാം തന്നെ നമ്മൾ കവറിലെ പ്ലാന്റ്സ് ആണ് അയക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട്. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് കയ്യിൽ കിട്ടുക കേട്ടോ. അതൊക്കെ ആദ്യമേ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യമേ എല്ലാവരും വീഡിയോ തുടക്കം മിക്കവരും കാണില്ല, അത് കാരണമാണ് ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഏതൊക്കെ പ്ലാന്റ്സ് ആണ്, ഏതൊക്കെ എങ്ങനെയാണ്, വിത്ത് ഫ്ലവറാണോ വിത്തൗട്ട് ഫ്ലവറാണോ അയക്കുന്നത്, പ്ലാൻ സൈസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഡൗട്ടില്ലാതെ പ്ലാന്റ്സ് മേടിക്കാനും പറ്റും കേട്ടോ. അപ്പം ആദ്യമായിട്ട് തന്നെ നമുക്ക് വാക്സ് ബിഗോണിയ കോംബോ അവൈലബിൾ ആണ്. 5 വെറൈറ്റിയുടെ കോംബോസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാൻ സൈസ് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. ഇത് പോട്ടിൽ വരുന്ന പ്ലാന്റാണ്. അപ്പം പ്ലാൻ സൈസ് വരുന്നത് ഇങ്ങനെയാണ്. എന്തായാലും സിംഗിൾ സ്റ്റെം അല്ല, അത്യാവശ്യം ബ്രാഞ്ചസൊക്കെ ആയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. അങ്ങനെയുള്ളതേ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അയക്കത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ 6 കളേഴ്സ്, 5 ഡിഫറെൻറ്റ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് വരുന്നുണ്ട്, ഡാർക്ക് ലീഫിൽ വൈറ്റ്, അതുപോലെ ഗ്രീൻ ലീഫിൽ വൈറ്റ്, അതുപോലെ ഗ്രീൻ ലീഫിൽ പിങ്ക് വരുന്നുണ്ട്, ഡാർക്ക് ലീഫിൽ റെഡ്, അതുപോലെ തന്നെ ഈ ഗ്രീൻ ലീഫിൽ റെഡ്, ഇത് കണ്ടില്ലേ ഗ്രീൻ ലീഫിൽ റോസ്. ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് നമുക്ക് ഒരു 6-7 വെറൈറ്റീസ് അവൈലബിൾ ആണ്. കോംബോ ഒത്തിരി പേര് ചോദിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ടതാണല്ലോ. അതുകൊണ്ട് നമ്മൾ 5 വെറൈറ്റീസിൻ്റെ കോംബോ ആയിരിക്കും തരുന്നത്. 5 വെറൈറ്റീസ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് 500-നായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ്, ഈ ബിഗോണിയ പോലെ പെക്ടൂണിയ പോലെയുള്ള പ്ലാന്റ്സ് പരമാവധി നിങ്ങൾ DTDC വഴി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ്. ചില പ്ലാന്റ്സുകൾ നമ്മൾ കർണാടക സ്റ്റേറ്റിലോട്ട് അയക്കുന്നതല്ല. തമിഴ്നാട് നമ്മൾ അത്യാവശ്യം 2 ഡേയ്സിൽ തന്നെ പ്ലാന്റ്സ് കിട്ടും. അപ്പം ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കർണാടകയിലോട്ട് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത പ്ലാന്റ്സ് പെക്ടൂണിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചിലപ്പോൾ 3-4 ദിവസമൊക്കെ എടുക്കും. അത്ര ദിവസം ഇരുന്ന് കഴിയുമ്പോൾ പ്ലാന്റ്സ് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ കർണാടക സ്റ്റേറ്റിലോട്ട് പെക്ടൂണിയ പ്ലാന്റ്സ് അയക്കാത്തത് കേട്ടോ.
അപ്പം ഇതാണ് ആദ്യത്തെ വാക്സ് ബിഗോണിയ കോംബോ വരുന്നത്. അടുത്തതായിട്ട് ഇതേ നമുക്ക് നല്ല അടിപൊളി പുതിയ പ്ലാന്റ്സ് സിംഗിൾ പെറ്റൽസ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അത് ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. ഒത്തിരി എന്ന് വെച്ചാൽ പൊക്കം ഇത് നമുക്ക് പുതിയതായിട്ട് ആയിരിക്കുന്ന പ്ലാന്റ്സാണ്. അപ്പം ജസ്റ്റ് പൂവുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ജസ്റ്റ് ഞാൻ എടുത്ത് പ്ലാന്റ് സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തൊന്ന് കാണിക്കുന്നത്. അപ്പം ഇത് നമ്മൾ 3 പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 3 പ്ലാന്റ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300-നായിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത്. കളർ സെലക്ഷൻ ഒന്നിനുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സൊക്കെ ഉള്ളതാണെങ്കിൽ അത് നമുക്കൊന്ന് ഇട്ട് തന്നാൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ചൈനീസ് ബോൾസം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ചൈനീസ് ബോൾസം ഈ ഒരു ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഉറപ്പായിട്ടും നമ്മൾ 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. അതുപോലെ 10 എണ്ണം വേണ്ട 5 എണ്ണം വേണമെന്നുള്ളവർക്ക് 5 പ്ലാന്റ്സ് ആയിട്ടും നമ്മൾ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ലീഫും ഒക്കെ നോക്കിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും. നമ്മൾ ചൈനീസ് ബോൾസും ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല ബുഷിയായിട്ടുള്ള അത്യാവശ്യം ഇത് കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയക്കുന്നത്. പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ വരുന്നത്. ഇത് 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800, അതുപോലെ 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 450 ആയിരിക്കും കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് സ്റ്റേറ്റിലോട്ട് കൊറിയർ ചാർജ് വ്യത്യാസമുണ്ട്. അപ്പം ഓർഡർ ചെയ്യുമ്പോൾ അത് മുന്നേ തന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കൂഫിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. കൂഫിയ പ്ലാന്റ്സിൻ്റെ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 വെറൈറ്റീസാണ്. നമുക്കൊരു ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട്. ഒരു യെല്ലോ ഷെയ്ഡ് കയറി വരുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്രാവശ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ 3 പ്ലാന്റ്സ് 3 ഡിഫറെൻറ്റ് കളേഴ്സ് ഷെയ്ഡ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയക്കുന്നത് 200-നായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന മിനി പെക്ടൂണിയ, തണ്ടിന് നല്ല കട്ടിയുള്ള മിനി പെക്ടൂണിയ അവൈലബിൾ ആണ്. 2 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാണുന്ന ഒരു വയലറ്റും അതുപോലെ തന്നെ വൈറ്റും. ഈ 2 നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ 2 പ്ലാന്റ്സ് 200-നായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറ്റിമുല്ല അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം എല്ലാവർക്കും അറിയാം, എല്ലാ സമയത്തും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണിത് കുറ്റിമുല്ല എന്ന് പറയുന്നത്. ഇത് എപ്പോഴും മുട്ടും പൂവാണ് കേട്ടോ ഇതിൽ. അപ്പം ഇത് കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു 5 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 5 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 320-നായിരിക്കും കുറ്റിമുല്ല നമ്മൾ അയക്കുന്നത് കേട്ടോ. 5 പ്ലാന്റ് 10 പ്ലാന്റ് 550-നായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതായിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ശകലം വ്യത്യാസമൊക്കെ വരും, എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തായാലും മുട്ടുള്ള ഒക്കെ പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസ് അവൈലബിൾ ആണ്. ഡയാന്തസിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ. ഒത്തിരി പടർന്ന് നിൽക്കുന്ന അങ്ങനെയൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ബ്രാഞ്ചസൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ നല്ലോണം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഈ കവറിൽ നിന്ന് മാറ്റി ചട്ടിയിലോട്ട് നടുമ്പോഴാണ്. ചട്ടിയിലോട്ട് നടുമ്പോൾ അതുപോലെ തന്നെ നടുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ ആദ്യം ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് കൂടി കട്ട് ചെയ്ത് വിടണം. അപ്പോഴേ സൈഡിൽ നിന്നൊക്കെ നിറച്ച് ഇതുപോലെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് കയറി വന്നിട്ട് നിറച്ച് പൂവുണ്ടാവത്തുള്ളൂ. അതുപോലെ നല്ല ബുഷിയായി നിൽക്കത്തുള്ളൂ പ്ലാന്റ്സ്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പൂ പോയി കഴിയുമ്പോൾ ജസ്റ്റ് ആ പൂ നിന്ന ഭാഗം കട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഡയാന്തസ് 5 കളേഴ്സ് 300-ഉം അതുപോലെ 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 550-നുമാണ് അയച്ചു തരുന്നത്. പ്ലാന്റ് സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ലൻഡാന കോംബോ അവൈലബിൾ ആണ്. ലൻഡാന നമുക്ക് 5 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വൈറ്റ്, പിന്നെ വരുന്നത് യെല്ലോ, പിന്നെ ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ, പിന്നെ റെഡ് വരുന്നുണ്ട്, പിന്നെ വരുന്നത് വയലറ്റ് കളറ്. ഈ 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ അയക്കുന്നത് 300-നായിരിക്കും കേട്ടോ.
അടുത്തതായിട്ട് നമുക്ക് വിൻഗാ റോസ് അവൈലബിൾ ആണ് കേട്ടോ. വിൻഗാ റോസ് എല്ലാം നല്ല ഫ്ലവറുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. വിൻഗാ റോസും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഭയങ്കര വലുത് ബുഷിയായിട്ടുള്ളതൊന്നും ആർക്കും അയച്ചു തരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്കിത് കവറിൽ നമുക്കറിയാലോ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അതുപോലെ പാക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി വലിയ പ്ലാന്റ്സ് അയക്കുമ്പോൾ. നമ്മൾ പരമാവധി ഇതായിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ്. നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതുപോലെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് കണ്ടില്ലേ, നമുക്ക് 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ ആയിരിക്കും ഷെയ്ഡ്സ് വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കയ്യിലുള്ളതാണെങ്കിൽ അതൊന്നും നമുക്ക് ഇട്ട് തന്നാൽ നമ്മളത് ഒഴിവാക്കിയിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 10 കളേഴ്സ്, കൊറിയർ ചാർജ് ഉൾപ്പെടെ 600-ഉം 5 കളേഴ്സ് 300-ഉം ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെയുള്ള സെയിം സൈസിലെ പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ അയക്കുന്നത്. പിന്നെ ഓരോ ടൈമിൽ ഇപ്പം ഒരു സെക്ഷൻ പ്ലാന്റ് തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അടുത്തൊരു പ്ലാന്റ് ആയി വരുന്നത് എങ്ങനെയായിരിക്കും എന്ന്. എന്നാലും നമുക്ക് ഫ്ലവർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്കറിയാം അത്യാവശ്യം ഗ്രോത്ത് ആയി കഴിയുമ്പോഴേ ഫ്ലവർ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ അയച്ചു തരുന്നത് കേട്ടോ. അപ്പം ഇതാണ് വിൻഗാ റോസ് വരുന്നത്. 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. 5 പ്ലാന്റിൻ്റെ 10 പ്ലാന്റിൻ്റെ കോംബോ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തതായിട്ട് പെൻഡാസ് അവൈലബിൾ ആണ്. നമുക്ക് 3 കളേഴ്സേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ കാണുന്ന ഒരു റോസ് കളറ്, പിന്നെ കാണുന്ന ഒരു വയലറ്റ് ഷെയ്ഡ്, പിന്നെ ഈ ഒരു ഡാർക്ക് റെഡ്, ഇങ്ങനെ വരുന്ന അതായിരിക്കും നമുക്ക് 3 കളേഴ്സായിരിക്കും പെൻഡാസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ഇതാണ് ചില കളേഴ്സൊക്കെ പിങ്ക് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. ഇപ്പോൾ വയലറ്റൊക്കെ ആകുമ്പം അത്യാവശ്യം ഇച്ചിരിയും കൂടെ ഗ്രോത്തായ പ്ലാന്റ്സാണ്. അത് ഓരോ കളേഴ്സിൻ്റെ കൂടിയിട്ടാണ് ഗ്രോത്തിന് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ പിങ്ക് കളേഴ്സ് അങ്ങനെയുള്ളതൊക്കെ, വൈറ്റ് അങ്ങനെയുള്ളതൊക്കെ ഇച്ചിരിയും കൂടെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ഇതുപോലെ റെഡ്, ഈ കാണുന്ന വയലറ്റൊക്കെ ഇച്ചിരിയും കൂടി ഗ്രോത്ത് പെട്ടെന്നാകുന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ പ്ലാന്റ് സൈസിന് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ഇത് ഒത്തിരി ഹൈറ്റ് വയ്ക്കുന്ന ടൈപ്പല്ല, അത്യാവശ്യം ചട്ടി നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. പൂ പോയി കഴിയുമ്പോൾ ഇവിടെ കട്ട് ചെയ്തൊന്ന് വിട്ടാൽ മതി. എപ്പോഴും എല്ലാ സമയത്തും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. 3 കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെ 3 കളേഴ്സ് 300 ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ടൊറീനോ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന പ്ലാന്റാണ്. നമുക്ക് 4 കളേഴ്സായിരിക്കും നമ്മൾ കോംബോയിൽ അയച്ചു തരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ കളേഴ്സും ഷെയ്ഡ്സും വരുന്നത്. എല്ലാം വിത്ത് ഫ്ലവേഴ്സ് തന്നെയായിരിക്കും ഇതിൻ്റെ പ്ലാന്റ് സൈസ്. ഇതിപ്പോൾ പുതിയ പ്ലാന്റ്സ് നമുക്കായി വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഇപ്പം പുതിയതായിട്ട് വരുന്നത്. അപ്പം ഇച്ചിരിയും കൂടെ പ്രായമായെന്ന് പറയുമ്പം ഈ ഒരു സൈസ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും വിത്ത് ഫ്ലവേഴ്സേ നമ്മൾ അയക്കത്തുള്ളൂ. 4 കളേഴ്സായിരിക്കും കേട്ടോ. 4 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് 300 ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ പൂ പോയി കഴിയുമ്പം ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇതിൽ നിറച്ച് സീഡ്സ് ഉണ്ടാകും. നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാം. പിന്നെ അതെടുത്തിട്ട് നമുക്ക് പാകി പുതിയ പ്ലാന്റ്സ് ആക്കാനും പറ്റും കേട്ടോ. ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പം ഇത് കുറേ നാൾ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഫ്ലവറായിട്ട്. ഇത് നല്ല ബുഷിയാകും ചട്ടിയിലൊക്കെ നിന്ന്. ഇപ്പോൾ ഈ കവറിലൊക്കെ വളരുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പം കവറിലൊക്കെ ഏകദേശം ഇത്രയും വലിപ്പമേ വെക്കത്തുള്ളൂ. അപ്പം ഇത് നിങ്ങൾ ചട്ടിയിലോട്ട് വെച്ച് കഴിയുമ്പം നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. കുറേ നാൾ നിൽക്കുകയും ചെയ്യും. അതുപോലെ ആ ചട്ടിയിലോട്ട് തന്നെ ഇതിൻ്റെ സീഡ്സ് വീണ് അതിൽ തന്നെ നിന്ന് പുതിയ പ്ലാന്റ്സ് ആവുകയും ചെയ്യും. ഇത് വളർത്തുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം അറിയാത്തവർക്കായിട്ടാണ് ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ബോർഡർ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഒരു 5 വെറൈറ്റീസ് അവൈലബിൾ ആണ്. 5 വെറൈറ്റീസ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് അയക്കുന്നത് 300-നായിരിക്കും കേട്ടോ. നിങ്ങൾക്കിത് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ, അതുപോലെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കമേലിയ പ്ലാന്റ്സ്, ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ്. നമുക്കിപ്പോൾ കമേലിയ അവൈലബിൾ ആണ് കേട്ടോ. കമേലിയ പ്ലാന്റ്സ് നമുക്ക് 2 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വൈറ്റും പിങ്കും. അപ്പം നമ്മൾ അത്യാവശ്യം ലീഫൊക്കെ നോക്കിയിട്ട് നമുക്ക് കളറ് രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ കളറ് അയക്കുന്നത്. 2 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 250 ആയിരിക്കും
റേറ്റ് വരുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്, ഏകദേശം ഇത് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് മെലസ്റ്റോമ പ്ലാന്റ് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ നല്ല ഡാർക്ക് വയലറ്റ്, പിന്നെ ഈ കാണുന്ന വൈറ്റ്, ഇങ്ങനെയുള്ള 3 ഷെയ്ഡ്സ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പ്ലാന്റ് സൈസ് ഏകദേശം ഇതാണ്. നല്ല ഗ്രോത്തായ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. ചെറിയ പ്ലാന്റ്സ് അല്ല, വലിയ പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത്. 3 ഇതുപോലെയുള്ള 3 പ്ലാന്റ്സ് നമ്മൾ 300-നായിരിക്കും കേട്ടോ കൊറിയർ ചെയ്ത് തരുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 ആയിരിക്കും റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറ്റി കുരുമുളകിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. മിക്കതിലും ഇങ്ങനെ തിരിയായി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് അയക്കുന്നത്. ഇപ്പോൾ നമുക്കിതൊരു ചട്ടിയിൽ അല്ലെങ്കിൽ വലിയൊരു കവറിൽ അങ്ങനെയൊക്കെ നമുക്ക് മുറ്റത്ത് തന്നെ വളർത്താൻ പറ്റുന്നത് നല്ലൊരു ചെടിയാണ്. അപ്പം ഇപ്പോൾ സ്ഥലക്കുറവുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ ഇത് ഒന്ന് വളർത്തിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള നല്ല പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ഒരു പ്ലാന്റ് 150 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കേട്ടോ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പേര അവൈലബിൾ ആണ്. ഇപ്പം പേര മാത്രമല്ല, നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഫ്രൂട്ട് പ്ലാന്റ്സും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയിക്കുക. നമ്മൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും ഫ്രൂട്ട് പ്ലാന്റ്സിനെ പറ്റിയിട്ടോ. അതുപോലെ ഗസാനിയ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ്. ഒത്തിരി മഴ കൊള്ളിക്കാതെ ഇപ്പം വയ്ക്കുക, മഴക്കാലം ആയതുകൊണ്ട് എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇത് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ. അപ്പം നമുക്ക് ഒരു 5 ഷെയ്ഡ്സ് ഗസാനിയയുടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് തന്നെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 5 കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ 450-ക്കായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇത് നല്ലൊരു അടിപൊളി ഫേൺ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയാം, ഫേൺ വെറൈറ്റി ആണെന്നറിയാം. ഇത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഒരു പ്ലാന്റ് 80 റുപ്പീസ് ആയിരിക്കും വരുന്നത്. ഇതുപോലെ നല്ല ഇൻഡോറായിട്ട് വെക്കാനും അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല രസമുണ്ട്. വെർട്ടിക്കലൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഒരു വെറൈറ്റിയും കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ കാണിച്ച വെറൈറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു 10 പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അത് വേണ്ടവർ നമുക്ക് സെപ്പറേറ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയിക്കുക. ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ 10 എണ്ണമായിട്ടുള്ള കോംബോ ആവശ്യമുള്ളവർ ഒന്ന് അറിയിക്കുക. നമ്മൾ അങ്ങനെ അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല കമൻസും അതുപോലെ ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.